Assalamualaikum, welcome back to our channel Snack Time Kerala. അപ്പോൾ നമ്മൾ UK പോകാൻ എല്ലാം റെഡി ആയി എന്നൊരു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാനാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നത് എന്നാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക്കായിട്ട് ഒരു വീട്ടിൽ നമുക്ക് ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങൾ, അതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഒക്കെ നമ്മളവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഇതൊക്കെ നമ്മൾ പെട്ടിയിലേക്ക്, അതായത് നമ്മൾ ട്രോളി ബാഗിലേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് കിച്ചണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതേപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആണ് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഫുഡ് ഐറ്റംസ് ആണ്. അതായത് നമുക്ക് അവിടെ ചെന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ഭക്ഷണ സാധനങ്ങൾ, അരി, കടല, പരിപ്പ്, അങ്ങനെ എക്സെട്ര എക്സെട്ര. അതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇതിലെന്തൊക്കെയാണെന്നുള്ളത് ചെക്ക്. നമ്മൾ ഈ ബോക്സുകളിലുള്ള സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ബോക്സ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഒരു കാസ്ട്രോൾ ആണ്, അതായത് ഹോട്ട് പോട്ട്. നമ്മൾ എന്തൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മീഡിയം സൈസാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ഒരു ചെറുതാണുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു തൽക്കാലം നമുക്ക് അവിടെ ചെന്ന് സെറ്റായി ഒക്കെ നമുക്ക് ഏകദേശം നമ്മളെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് മാത്രം, ആ ഒരു നമ്മൾ ചെന്ന സമയം മുതൽക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 പേരാണ് വീട്ടിലുണ്ടാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫ്രണ്ട്സ്, അവിടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞത് നമുക്ക് കുക്കർ എന്തായാലും നിർബന്ധമാണ്. കാരണം നമുക്ക് എന്തൊരു കറി അല്ലെങ്കിൽ ചോറുണ്ടാക്കാൻ നമ്മൾ കുക്കറാണ് അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ഗ്യാസും ഇൻഡക്ഷൻ സ്റ്റൗവാണ് കൂടുതലായിട്ട് എല്ലാ വീട്ടിലും ഉള്ളത്. ഫെസിലിറ്റീസ് അങ്ങനെയാണ് അവിടെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുക്കർ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ളത് പ്രസ്റ്റീജിൻ്റെ ഒരു 3 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറും അതേപോലെ പ്രസ്റ്റീജിൻ്റെ ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ പ്രഷർ കുക്കർ. ഇത് 5 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ സ്റ്റീലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് എല്ലാം കുക്ക് ചെയ്യാനും, അതേപോലെ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ, ബീഫ്, അങ്ങനെ എല്ലാം കുക്ക് ചെയ്യാൻ പറ്റിയൊരു മീഡിയം സൈസ് കുക്കറാണ്. 3 ലിറ്റർ. നമ്മൾ മെയിനായിട്ട് വലുത് ഉപയോഗിക്കുന്നത് ചോറ് വെക്കാനാണ്. പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യമായി വരുന്നത് ഫ്രൈ പാനാണ്. അപ്പോൾ ഇതൊരു 240 ml ഫ്രൈ പാനാണ്. ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഇതിൽ ഫ്രൈ ചെയ്യാം. അതേപോലെ നമുക്ക് ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രൈ പാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒന്നുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ, ഇംബെക്സിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ വേറൊരു പാനാണ്. അപ്പോൾ ഇത് ഫ്രൈ പാനിൻ്റെ അതേ യൂസ് തന്നെയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. കാരണം നോൺ സ്റ്റിക്കിന് അവിടെ UK അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഫ്രണ്ട്സൊക്കെ അതാ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാന് വാങ്ങിയിട്ടുള്ളത്. ഒരു ബാസ്ക്കറ്റാണ് ഇതിന് കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റ് വാങ്ങിയത് ഇതിൽ
സ്റ്റോറേജാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇട്ട് വെക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അതായത് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്മോൾ ക്വാണ്ടിറ്റി ഐറ്റംസ് നമുക്ക് മൊത്തം ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ മസാലപ്പൊടികൾ, അങ്ങനത്തെ എല്ലാ പൊടികളൊക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതേപോലെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ലഗേജ് നമുക്കൊരു എനിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ലഗേജ് 46 കിലോ ആണ്. ആ 46 കിലോയിൽ നമ്മൾ മാക്സിമം കൊള്ളിക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ച് കൊണ്ടുപോകുകയും ചെയ്യാം. അതേപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്താ പറയുക സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്ക്രബ്ബറാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അതേപോലെ ഇത് നമ്മൾ ചകിരിക്ക് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ചെന്നാൽ ചകിരി ഒന്നും അങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് ഇത്. പിന്നെ ഇത് നമുക്ക് ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ടുള്ള ചട്ടകം, പിന്നെ അരിപ്പ, പീലർ, പിന്നെ നമുക്ക് ക്ലിപ്പ് എന്തായാലും ആവശ്യം വരും. പിന്നെ നമുക്കിത് എന്തായാലും വേണ്ടി വരും, കാരണം നമ്മൾ കൈ പൊള്ളിക്കാതിരിക്കുക. എനിക്കൊക്കെ ഇത് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതറിയാലോ, ഇത് നമുക്ക് എന്താണ് അവിടെ നമുക്ക് പൊതുവേ നമുക്ക് കല്ലൊന്നും ഉണ്ടാവില്ലല്ലോ തിരുമ്പ. അപ്പോൾ നമുക്ക് വരച്ച് കഴുകാനൊക്കെ എന്തായാലും ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ഉള്ളത് ഒരു സോപ്പ് ബോക്സ് ആണ് അതും. പിന്നെ ഇത് ഞാൻ തൽക്കാലം ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പൊതുവെ ലിക്വിഡ് നമുക്ക് അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഡിഷ് വാഷ് സോപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതൊരു നമുക്ക് ഓയിൽ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ജസ്റ്റ് ഒരു ബോട്ടിൽ വാങ്ങിയുള്ളൂ. ഇത് നമുക്ക് അധികം വെയിറ്റ് വരുന്നില്ല. നമ്മൾ പൊതുവേ ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള ബോട്ടിൽസാണ് നാട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറ്. ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് ഉപയോഗിക്കാൻ, അതായത് നമുക്ക് കൊണ്ടുപോകാൻ ഈസിയാണ്. അതാണ് ഒന്ന്. പിന്നെ നമ്മൾ അധികം ഓയിലൊന്നും അവിടെ ഇപ്പോൾ യൂസ് ആക്കില്ല, നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ യൂസ് ആക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ബോട്ടിൽ. പിന്നെ അറിയാലോ ജഗ് നമുക്ക് എന്തായാലും വേണ്ടി വരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്ലാസ്ക്കാണ്. ഇത് നമ്മൾ പൊതുവെ അവിടെ തണുപ്പാണ്, അവിടുത്തെ ക്ലൈമറ്റ് അധികം തണുപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എല്ലാ സമയം പോയിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കാനൊന്നും കഴിയില്ല. നമ്മൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ അതേപോലെ നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. 750ൻ്റെ ഒരു ഫ്ലാസ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം കൊണ്ടുപോകുകയും ചെയ്യാം. ഇത് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ബ്രഷ് വാങ്ങിയതാണ്. നമുക്കിതിൽ ഓയിൽ നിറച്ചിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാവും. പിന്നെ അയൺ ബോക്സ് ഇത് വെയ്റ്റ്ലെസ് അയൺ ബോക്സ് ആണ്. ക്ലിക്കോണിൻ്റെ വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഈസിയായി നമുക്ക് കൊണ്ടുപോകാം. അതാണ് ഇത് എടുക്കാൻ കാരണം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് അവിടെ വേണ്ടത് ഇതാണ്. നമ്മൾ മുടിയൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഹെയർ ഡ്രയർ, വെജിറ്റബിൾസ് അതേപോലെ ചിക്കൻ, മീറ്റ് എന്തെങ്കിലും കഴുകിയിട്ട് നമുക്ക് അടുത്ത വെള്ളം വാർത്ത് കളയാൻ വേണ്ടിയിട്ടാണ് സ്റ്റീമർ. പിന്നെ ഒരു 3 ബൗൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വലിപ്പം 1 ചെറുത്. ഇത് പിന്നെ ഒരു സ്റ്റാൻഡാണ്. നമുക്ക് സ്പൂൺസൊക്കെ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്. ഇതൊക്കെ വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സുഖമായി കൊണ്ടുപോകാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്ലാസ് സ്റ്റീലിൻ്റെയാണ്. അതാണ് ഞാൻ സ്റ്റീൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു 6 ഗ്ലാസ് ആണല്ലോ. 6 ഗ്ലാസ് സ്റ്റീലിൻ്റെ, അതേപോലെ ഒരു സ്റ്റീലിൻ്റെ കപ്പ്, നമുക്ക് ചായയൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാൻ പറ്റിയൊരു കപ്പും ഗ്ലാസ്സും. പിന്നെ ഇത് നമുക്കറിയുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓയിലി ആയിട്ടുള്ള എന്തൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്.
പിന്നെ വേണ്ടത് പ്ലേറ്റുകളാണ്. പ്ലേറ്റ് ഒരു 3 ചെറിയ പ്ലേറ്റും അതേപോലെ ഒരു 6 പ്ലേറ്റ് വലുതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 പേരാണ് ഉണ്ടാവുക, എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നാലും അതിനൊക്കെ വേണ്ടിയിട്ടാണ് 6 വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റീലിൻ്റെ ഒക്കെ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ബൗൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗള്. പിന്നെ ഉള്ളത് ഒരു ചട്ടിയാണ്. ഈ ചട്ടി നമുക്ക് എല്ലാ യൂസിനും എടുക്കാം. ചോറ് വാർത്തെക്കാനും അതേപോലെ എന്ത് വേണമെങ്കിലും ഇതേപോലെ വാർത്തെക്കാനും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ ക്ലിപ്പിനൊരു കഥ, ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ പ്രവാസികൾ അവർ കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്ലിപ്പ്. അവർ ചോറൊക്കെ എളുപ്പത്തിൽ വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഏത് പാത്രത്തിലാണോ അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് ഈ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വാർത്തെടുക്കാൻ കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്, പെട്ടെന്ന് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. കടല, പരിപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിലൊരു 4 പ്ലേസ് ഉണ്ട്. 4 ഐറ്റം നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതറിയാലോ, നമ്മളെ ചിലവേണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതിന് പറ്റിയൊരു ചിലവേണ്. നമ്മളിത് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തേങ്ങ ചിരകിയെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ചട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അപ്പങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അതിൽ എല്ലാ അപ്പവും നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് കുറച്ച് ഹെവി ആയിട്ടുള്ളത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ടിഫിൻ ബോക്സ്, നമുക്ക് ഇപ്പോൾ ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടുപോകാനുള്ളതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടിഫിൻ ബോക്സ് ചെറുതൊന്ന് വാങ്ങിയതാണ്. സ്ലിപ്പേഴ്സ് നമുക്ക് അവിടെ ചെന്നിട്ട് യൂസിന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 സ്ലിപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറച്ച് വില കൂടിയ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിക്സി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയ മിക്സി ഒന്നും നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ആ ഒരു രീതിക്ക് നോക്കിയപ്പോൾ ചെറിയ മിക്സി മതി എന്ന് തന്നെയായിരുന്നു തീരുമാനിച്ച്. നമ്മൾ ഇവിടെയൊക്കെ കടയിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ ഏകദേശം 2000-ന്റെ മുകളിലൊക്കെയാണ് റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആമസോണിൽ നോക്കിയ സമയത്ത് വളരെ റേറ്റ് കുറഞ്ഞ മിക്സി അതിൽ കിട്ടി. ബട്ടർഫ്ലൈയുടെ മിക്സി തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളെ മിക്സിക്ക് 3 ജാറുണ്ട്. അതിൽ ഏറ്റവും ചെറിയ ജാറ്, കുറച്ച് വലിയ ജാറ്, പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ജാറ്. അങ്ങനെ നമുക്ക് 3 ജാറാണ് ഈ മിക്സിക്കുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് അവിടെ കുറച്ച് ഇതേപോലെ വില കൂടിയ സാധനം സ്പെക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പെക്സ് വേണം. ഹസ്ബൻഡിന് എന്തായാലും വേണം. പിന്നെ എനിക്ക് റീഡിങ് അതേപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്തും സ്പെക്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 സെറ്റ് സ്പെക്സ് 2 പേർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ആരാണ് പോണത്, നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യണവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെയിനായി പർച്ചേസ് ചെയ്ത ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയുള്ളത് ഗ്രോസറി ഐറ്റംസ് ആണ്. നമുക്ക് വേണ്ട അരി, അതേപോലെ മസാലപ്പൊടികൾ, അതേപോലെ അരിപ്പൊടി, മൈദ, അങ്ങനെ നമുക്ക് വേണ്ട മറ്റേ പൊടികൾ, അതേപോലെ പുട്ടുപൊടി, ഉപ്പ്, പഞ്ചസാര, അങ്ങനെ അത് പറയുകയാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ മെയിനായിട്ട് കൊണ്ടുപോകാനുള്ളത് ആ ഒരു നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ.
അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല, അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.